നിങ്ങള് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? അതിനൊരു പ്രത്യേക ടേസ്റ്റാ, അതിനൊരു പ്രത്യേക മസാല. സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി ഒരു 6 to 7 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ മട്ടൻ 1 കിലോ കഴുകി വെള്ളം ഒഴിക്കുക, ഒരു 2 ഏലക്കായ, ഒരു 3 പീസ് ഗ്രാമ്പു, ജാതിപത്രി 1 പീസ്, പട്ട 1 പീസ്, വെളുത്തുള്ളി ഒരു 3 എണ്ണം സ്ലൈസ് ചെയ്തത്, ഇഞ്ചി ഒരു ചെറിയ പീസ് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം കീറിയത്, സബോള ഒരു അര സ്ലൈസ് ചെയ്തത്, ഉപ്പ് 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഇട്ട് ഒരു 1.5 മണിക്കൂർ പതക്കാൻ അങ്ങോട്ട് സിമ്മർ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല ഡേർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാം. നല്ല സോഫ്റ്റും ടെൻഡറായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് സൈഡിലേക്ക് വയ്ക്കുക. വേറെ ഒരു പോട്ട് എടുക്കുക, മീഡിയം ചൂടിൽ ഓയിൽ 1/4 കപ്പ്, പിന്നെ നമ്മുടെ നെയ്യ് 1/2 കപ്പ്, ബേ ലീഫ് 2 പീസ്, 1 പീസ് പട്ട, സ്റ്റാർ നൈസ് ഒരു 2 എണ്ണം, ജാതിപത്രി 1 പീസ്, 5 പീസ് ക്ലോസ്, 5 പീസ് ഏലക്കായ. ഇതെല്ലാം ഇട്ട് 1 മിനിറ്റ് നേരം ഒന്നങ്ങോട്ട് വഴക്കാം. അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അതിൻ്റെ ഉള്ളിലേക്ക് സബോള 1 എണ്ണം നന്നായിട്ട് സ്ലൈസ് ചെയ്തത്. സബോള ഇങ്ങനെ സ്ലൈസ് ചെയ്യാനുള്ള ടിപ്പൊക്കെ എൻ്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. അതങ്ങോട്ട് സോട്ട് ചെയ്യുക. സബോള ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 15 പീസ് പച്ചമുളക് അതും ഇട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1 കപ്പ് ചോപ്പ് ചെയ്ത മല്ലിയില, 1 കപ്പ് ചോപ്പ് ചെയ്ത പുതിനയുടെ ഇല, അതും ഇട്ടൊന്നങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1/2 കപ്പ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 1 മിനിറ്റ് നേരം അതൊന്ന് വഴറ്റാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അതിലേക്ക് ഇനി തക്കാളി 1 എണ്ണം ചോപ്പ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് 2 മിനിറ്റ് നേരം വഴറ്റാം. അതിൻ്റെ ഉള്ളിലേക്ക് തൈര് ഒരു 1/2 കപ്പ്, അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ സ്റ്റോക്ക് നമ്മൾ 2 കപ്പ് നമ്മൾ നേരത്തെ തിളപ്പിച്ചില്ലേ നമ്മുടെ മട്ടൻ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്റ്റോക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ സ്പൈസസ് കുക്കാവുന്ന വരെ അതങ്ങോട്ട് കുക്ക് ചെയ്യാം. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് ഡൈസ് ചെയ്തത് 1 കപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും 2 കപ്പ് സ്റ്റോക്ക് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നാരങ്ങയുടെ നീരൊരു പകുതി, പിന്നെ നെല്ലൂരി ബിരിയാണി സ്പൈസ് മിക്സ് അതും ചേർത്ത് കൊടുക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ സ്പൈസ് മിക്സ് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് ഒരു 3 to 5 മിനിറ്റ് വരെ അങ്ങോട്ട് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം ആ മട്ടൻ ചേർക്കാനായിട്ട്. അപ്പോൾ മട്ടൻ നല്ല സോഫ്റ്റ് മട്ടനാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ചേർത്ത് വീണ്ടും ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യും. ബസ്മതി അരി 4 കപ്പ് വാഷ് ചെയ്ത് സോക്ക് ചെയ്യുക ഒരു 30 മിനിറ്റ്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം വയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് 2 പീസ് ബേ ലീഫ്, ഒരു 6 പീസ് ഗ്രാമ്പു, ഒരു 4 പീസ് ഏലക്കായ, ഉപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് അതങ്ങൾ തിളക്കട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൊണ്ട് ഇടുക വെള്ളത്തിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഹാഫ് കുക്കായി കഴിയുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതങ്ങോട്ട് ഊറ്റിയെടുക്കുക. റൈസ് ഹാഫ് കുക്കാവാൻ പാടുള്ളൂ കേട്ടോ, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതേ അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ റൈസ് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി. അത് കഴിഞ്ഞ് അതിങ്ങനെ അങ്ങോട്ട് പൊത്തി വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് ഏറ്റവും കുറവിലേക്ക് മറക്കരുത്, ഏറ്റവും കുറവിലേക്ക് കവർ ചെയ്യുക. അത് കഴിഞ്ഞൊരു 30 മിനിറ്റ് നേരം ദമ്മിയതേ. ഇതേപോലെ റൈസ് അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ വരുന്ന സ്മെല്ലുണ്ടോ, ഫ്രാഗ്രൻസ്, ഇത് കിടുവാണ്.
നമ്മൾ സൈഡിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വിടിയിച്ചിട്ട് കൊടുക്കാം. നോക്കി അരിയൊക്കെ ഒന്നൊന്നൊന്ന് വിട്ടിടക്കണം. നോക്കി അതിൻ്റെ ഒഴുക്കി ഒരു അരക്കപ്പ് നെയ്യോടെ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടും. ഇതേപോലെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലൂരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മട്ടൻ ബിരിയാണി, അതും ആന്ധ്ര സ്റ്റൈല് നെല്ലൂരി ബിരിയാണി, മുളക് പൊടിയൊന്നും ഇല്ല കേട്ടോ, ഗ്രീൻ ചില്ലിയുടെ സ്പൈസ് ആയിട്ടും ഒരു കിടിലൻ മട്ടൻ ബിരിയാണി. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ഓ, മട്ടനൊക്കെ സൂപ്പർ സോഫ്റ്റ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ബിരിയാണി ടേസ്റ്റ് അല്ല കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആ ഗ്രീൻ ചില്ലിയുടെയും നെയ്യുടെയും ആ സ്പൈസസിന്റെയും ഇത് വരുമ്പോ നല്ല കിട്ടും. ആവശ്യത്തിന് എരിവ് എല്ലാം കൊണ്ട് കിടുവായിട്ട് റൈസൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇടയ്ക്ക് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഒരു സൽസ, ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. മട്ടനൊക്കെ ഇപ്പൊ ജ്യൂസി മട്ടൺ ടെൻഡർ ഇങ്ങനെ ആസ്വദിച്ച് ഇന്നമ്മേ എന്നെ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.